സോ കാരണം പ്രൈവറ്റ് ആയിട്ടുള്ളതാണ്. ഇതുവരെ അങ്ങനെ വലുതായിട്ട് ആർക്കും അറിയില്ല. എങ്കിലും ഇൻ്റർനെറ്റിൽ റൂമറൊക്കെ വെച്ച് കരീന കപൂറിൻ്റെ വീട്ടിലെ അമ്മയ്ക്കും സഹോദരിക്കൊക്കെ ഷാഹിദ് കപൂറിനോടുള്ള റിലേഷനോട് താല്പര്യമില്ല എന്നുള്ളതും, പിന്നെ ഷാഹിദ് കപൂറിൻ്റെ ഫാമിലിയിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ റൂമർ ഇൻ്റർനെറ്റിലുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ ഉള്ളൊരു കാര്യം, കരീന കപൂർ ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ പല ഡയറക്ടറിൻ്റെ അടുത്തും ഇവർ ഒന്നിച്ച് കാസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞെന്നും, പിന്നെ അറിയാലോ കരീന കപൂർ വെജിറ്റേറിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം, വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ഒരു ഇതിലോട്ടൊക്കെ മാറി. ആർക്ക് വേണ്ടി? ഷാഹിദ് കപൂറിന് വേണ്ടി. പുള്ളിക്കാരൻ ഒരു വെജിറ്റേറിയനാണ്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ ഒരു കിടിലം കാര്യം എന്ന് പറയുന്നത് 2007 വൺ ഓഫ് ദ ബെസ്റ്റ് റൊമാൻറ്റിക് കൾട്ട് ക്ലാസ് സിനിമ ആയിട്ടുള്ള ജബ് വി മെറ്റ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. കണ്ടിട്ടുള്ളവർക്കറിയാം, അതിലവരുടെ കെമിസ്ട്രി വാസ് വണ്ടർഫുൾ. പക്ഷേ ആ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരു വലിയ ബ്രേക്കപ്പ് സ്റ്റേജിലൂടെ കടന്നു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം അവർ ആ സമയത്ത് ബ്രേക്കപ്പിലായിരുന്നു. അത് ആ സിനിമയുടെ ഡയറക്ടർ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ വലിയ പക്ക പ്രൊഫഷണലായിട്ട് വന്നു, ആ സിനിമ അഭിനയിച്ചു. ഒരു രീതിയിലുള്ള പ്രശ്നവും ആ സെറ്റിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ അതിനുശേഷം പിന്നെ അവർ സിനിമകൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. 2010 ഒരു സിനിമ വന്നു, പക്ഷേ അത് ഏതോ മിലേഗ എന്നാണ് സിനിമ. അത് പക്ഷേ 2004-05 ഇവർ റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് ഷൂട്ട് ചെയ്ത് വെച്ച സിനിമയായിരുന്നു. സോ അതിനുശേഷം പിന്നെ 2016 എന്തോ ഒരു എന്നിട്ട് ഉട്ട പഞ്ചാബ് എന്ന് പറഞ്ഞാൽ, പക്ഷേ അതിലവർ ഒന്നിച്ച് കപ്പിളായിട്ടല്ലായിരുന്നു. സോ റീസെൻ്റ്ലി പല സ്ഥലങ്ങളിൽ വെച്ചും ഇവൻറ്റുകളിലൊക്കെ വെച്ച് കരീന കപൂർ ഷാഹിദ് കപൂറിനോട് ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുമായിരുന്നു. പക്ഷേ ഇത് റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടതിൽ ലൈക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് കരീന കപൂർ മിണ്ടുന്നു, പെട്ടെന്ന് തന്നെ ഷാഹിദ് കപൂർ മിണ്ടുന്നു. സോ അത് കാണാൻ ഭയങ്കര സന്തോഷം തോന്നുന്നു. കാര്യം ഒരു സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് റൊമാൻറ്റിക് കപ്പിൾസ് ആയിരുന്നു അവർ, പക്ഷേ അത് ബ്രേക്കായി പോയി. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ലവ് ലൈഫ്. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം രണ്ടുപേരും വളരെ നല്ലതായിട്ട് ജീവിക്കുന്നു. സൈഫ് അലി ഖാനെ കല്യാണം കഴിച്ച് കരീന കപൂറും, പിന്നെ ഷാഹിദ് കപൂർ മീര രാജ്പുട്ട് എന്ന് എന്തോ പറയുന്ന, രജ്പുട്ടോ അങ്ങനെ എന്തോ പറയുന്ന ഒരു ആളെ കല്യാണം കഴിച്ചു സുഖമായി ജീവിക്കുന്നു. സോ ദിസ് ഈസ് ദെയർ ലവ് സ്റ്റോറി. ആൻഡ് ഇങ്ങനത്തെ ലവ് സ്റ്റോറീസ് അറിയാൻ ഫോളോ, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ബൈ.